ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവി, നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ സമ്പന്നന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തന്മാരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരായി നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് യേശു കർത്താവ് ലൂക്കോസ് പറയുന്നത് ഇത് സമതല പ്രഭാഷണമാണ്. സമഭൂമി നിന്നുകൊണ്ട് ശിഷ്യരോട് സംസാരിക്കുകയാണ്. ലൂക്കോസ് 6:17 മുതൽ. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ ഭാഗത്തെ ഒരു പർവ്വത പ്രസംഗമായിട്ട് നാം കാണുന്നുണ്ട്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, സമാനതകളുമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി ഇരുന്നു. ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ ശിഷ്യരോടാണ് കർത്താവ് പറയുക. അവിടെ ആണ് അഷ്ടഭാഗ്യങ്ങൾ നമ്മൾ കാണുക. 8 ഭാഗ്യാവസ്ഥകൾ കാണുന്നുണ്ട്. 8 ഭാഗ്യാവസ്ഥകൾ ഇതാണ്. ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 2 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. 4 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. 5 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. 6 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. 7 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. 8 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഇത് അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആരാണ് ഭാഗ്യവാൻ? പലപ്പോഴും നമ്മളും ഭാഗ്യങ്ങൾ തേടി പോകുന്നവരാണ്. ആരെയാണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പൊതുവെ വിളിക്കുക? പൊതുവെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് സാമ്പത്തികം നല്ലപോലെ ഉള്ളവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. ഇഷ്ടം പോലെ സ്വത്തുള്ള വീട്ടിലെ ഒറ്റ കുഞ്ഞിനെ ആണെങ്കിൽ മനുഷ്യൻ പറയും നല്ല ഭാഗ്യമുള്ള കൊച്ച, കാരണം സ്വത്ത് ആർക്കും പോത്തില്ലല്ലോ, ഒറ്റ കൊച്ച. പക്ഷെ കൊച്ചിൻ്റെ സങ്കടം ഒറ്റയാണെന്നുള്ള സങ്കടമായിരിക്കും. എന്നാലും സമ്പത്തുള്ളവരെ, വണ്ടിയുള്ളവരെ, അല്ലെങ്കിൽ നല്ല മിടുക്കര് മക്കളുള്ളവരെ ഒക്കെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് വിളിക്കും. ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവരാജ്യം ഒരു പ്രതിസംസ്കാരമാണ്. ഇറ്റ്സ് എ കൗണ്ടർ കൾച്ചർ. ലോകത്തിൻ്റെ സംസ്കാരങ്ങൾക്ക് പ്രതിസംസ്കാരമാണ്, ഒരു കൗണ്ടർ കൾച്ചറാണ് എപ്പോഴും ബൈബിള് നൽകുന്നത്. കാരണം ഇവിടെ പറഞ്ഞു തുടങ്ങിയാണ് ദുഃഖിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. ഒരിക്കലും ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ആരും പറയാൻ കഴിയില്ല. ദുഃഖം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു ദരിദ്രൻ ഭാഗ്യവാൻ. ദരിദ്രൻ ഭാഗ്യവാനാണെന്ന് ആരെങ്കിലും പറയും? ലോകം മുഴുവൻ ഇപ്പം നമുക്ക് താണ്ട് അമേരിക്ക എന്ന രാജ്യം ഇല്ലീഗൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട യാത്രാ രേഖകളില്ലാതെ നിൽക്കുന്നവരെയൊക്കെ കയറ്റി വിടുക. ഈ പാവങ്ങൾ എന്തിനാണ് അവിടെ പോയി കിടക്കുക? ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ഇന്ത്യയിൽ നിന്ന് ഇവിടെ നിന്ന് എന്തോ ചെയ്യാനാണെന്ന് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളത് വേറെ സത്യം. എന്നാലും ആൾക്കാർ ഓടിപ്പോവുക. എന്തിനാണ് ഈ മനുഷ്യരെല്ലാം പോകുന്നത്? ഒറ്റ കാര്യത്തിനാണ്, ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള ഓട്ടം. എന്നാലും എനിക്ക് സങ്കടം തോന്നി. UK സെറ്റിലായ ആൾക്കാർ തിരിച്ചു വന്നപ്പം സഭ എഴുന്നേറ്റെന്ന് പറയുക, എനിക്കിവിടെ വന്നപ്പം ഭയങ്കര സങ്കടമായി, പിള്ളേരെല്ലാം ഇവിടുന്ന് പോവുക. അങ്ങനെയൊന്നും പോവല്ല, പുള്ളി അവിടെ നേരത്തെ പോയതാണ്. നേരത്തെ പോയിട്ട് ഇപ്പം നമ്മളോട് വേദം ഉപദേശിക്കുക, പിള്ളേരൊന്നും ഇവിടെ ഇല്ലെന്ന്. എന്തൊരു സങ്കടമാണെന്നറിയാം. അപ്പം അവരതിന് മുമ്പേ പോയി വഴിയൊരുക്കി ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി. ദാരിദ്ര്യം ഇച്ചിരിയൊക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, വ്യത്യാസങ്ങളൊക്കെ വന്നില്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഇന്ത്യ അത്ര മോശമൊന്നുമല്ല, ആണോ? അമേരിക്കയിലാണെങ്കിൽ കാനഡയിലാണെങ്കിൽ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കാനോ എന്ത് രസമാണ് ഇവിടെ പുറത്തൊക്കെ ഇരിക്കാൻ. അപ്പോൾ നമ്മുടെ രാജ്യം അത്ര മോശപ്പെട്ട രാജ്യമൊന്നുമല്ല, നല്ല രാജ്യമാണ്. എന്നാലും ഒരു കൗണ്ടർ കൾച്ചർ ബൈബിൾ നൽകിയ, ദരിദ്രരായ നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാരാ. ദരിദ്രം ഭാഗ്യവാനാണോ? അല്ല. ആരാണ് ഭാഗ്യവാൻ? ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയം, അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തിൽ പുറത്തുനിന്നുള്ളവരെ അങ്ങനെ അകത്ത് കയറി ഷൈൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. പുറത്തുനിന്നൊക്കെ വന്നാൽ ഓടിക്കും. പക്ഷേ അല്ലെങ്കിൽ അകത്ത് ആൾക്കാർ വേണം. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അകത്തുണ്ടായിരുന്നുകൊണ്ട് അവന് അകത്ത് വരും. പഴയ അവൻ്റെ കമ്പനിയെല്ലാം അകത്തുണ്ട്. വിദേശത്തൊക്കെ പോയി ഇഷ്ടമുള്ള പൈസയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ കോളേജിലോട്ട് ഇങ്ങനെ, അന്ന് ഡിഗ്രിയൊക്കെ ഉള്ളത് കൊണ്ട് നിറഞ്ഞല്ലേ വരിക. അപ്പോൾ അവനൊരു ബുള്ളറ്റിൽ ഇങ്ങനെ വരും. എന്നൊരു രസം അവനെ കാണാനറിയാം. നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ആ വണ്ടിയിൽ ഇങ്ങനെ വരും. അവന് ഉച്ചയ്ക്ക് വേറൊരു വണ്ടി വരും, വൈകുന്നേരം പിള്ളേർ ഇറങ്ങി വരുമ്പം വേറൊരു വണ്ടി വരും. അന്ന് ക്യാൻറ്റീനിലോട്ടൊക്കെ വന്ന് നിൽക്കുന്നവർക്കെല്ലാം അവൻ ചിലവ് ചെയ്യും. എന്താ വേണ്ടത്? പൊറോട്ട, ബീഫ്. അത് നമ്മുടെ അന്നത്തെ ഒരു കാലമെന്ന് പറഞ്ഞാൽ പൊറോട്ട കഴിക്കാൻ ചോദിക്കുക, കറി എന്തുകൊണ്ട് ചേട്ടാൻ ചോദിക്കുമ്പോൾ ഈ കറി പറഞ്ഞു തുടങ്ങുന്നത് മട്ടൻ, ബീഫ്, ചിക്കൻ, മുട്ട,
ഏറ്റവും കൂടി വെജിറ്റബിൾ, ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ പറയും 2 ഇച്ചിരി ചാറ് തന്നേക്കാൻ. ചാറിന് എന്തില്ല, കാശില്ല. 2 പൊറോട്ടയും ഇച്ചിരി ഉള്ളിച്ചാറും. അപ്പം അങ്ങനെ നമ്മൾ 2 പൊറോട്ടയിലും ഉള്ളിച്ചാറിലും നിൽക്കുന്ന സമയത്താണ് ഈ പാർട്ടി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് ലാവിഷായിട്ട് പൈസ ഒക്കെ എടുത്ത് എഴുന്നിക്കും എടുക്കുന്നു, കഴിക്കുന്നു. പിള്ളേർക്കിപ്പോൾ പെപ്സി മേടിച്ചു എന്ന് വേണ്ട, പൈസ അങ്ങ് അറുമാതിക്കുക, പൈസ അങ്ങ് ലാവിഷായിട്ട് കൈകാര്യം ചെയ്യുക. കണ്ടുകൊണ്ട് ഇന്ന് ഒരുത്തൻ എന്നെ ചൊറിഞ്ഞ് കണ്ടുപിടിക്കടാ ഭാഗ്യം കണ്ടോ. ഞാൻ ചോദിച്ചാൽ എന്താടാ? എടാ ഭാഗ്യം കണ്ടോടാ. അപ്പം നമ്മളിങ്ങനെ പൊറോട്ടയിൽ ഉള്ളിച്ചാറ് നോക്കുക, എടാ ഭാഗ്യം കാണടാ. എന്നിട്ട് അവൻ എന്നോടൊരു സങ്കടം പറഞ്ഞു, എടാ ഇവൻ്റെ തലയെ വരച്ചത് തമ്പുരാൻ എൻ്റെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ, തമ്പുരാൻ നമ്മുടെ എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ. അവൻ പറഞ്ഞ ഭാഷ ഞാൻ സഭ്യമല്ലാത്തതുകൊണ്ട് ഇവിടെ പറയത്തില്ല. എവിടെങ്കിലും ഒന്ന് വരച്ചായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകത്തില്ലടാ. അപ്പം ആരാ ഭാഗ്യവാൻ? പൈസയുള്ളവൻ നമ്മൾ വിളിക്കും എന്താ ഭാഗ്യവാൻ എന്നാ. പക്ഷേ ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ക്രിസ്തു നേരെ തിരിച്ചാണ് പറഞ്ഞത്. സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നാണ്, അയ്യോ കഷ്ടം. അതുകൊണ്ട് തന്നെ ക്രിസ്തു മൊഴികളിൽ പ്രസക്തമാണ്. ഒട്ടകം സൂചിക്കുള്ളിലൂടെ കയറുന്ന പോലാണ് ധനവാൻ എവിടെ പോകുന്നത്? സ്വർഗത്തിൽ. അത് തന്നെ ധനവാൻ്റെയും ലാസറിൻ്റെയും ആ ഉപമയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് ഉപമയ്ക്ക് അപ്പുറത്തൊരു നടന്ന സംഭവമായിട്ടാണ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പേരില്ലാത്തവൻ്റെ ആരാണ് സമ്പന്നൻ എന്നൊക്കെയുള്ള ഒരു സന്ദേശം നൽകിയ. എന്നിട്ടും എന്തുകൊണ്ടാണ് 2000 വർഷം മുമ്പ് ക്രിസ്തു പറയുന്നു, ലൂക്കോസ് 6:20 പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ പറയുക? കാരണമുണ്ട്. മനുഷ്യർക്കൊക്കെ ഈ കർത്താവിനെ രുചിച്ചറിയാൻ കഴിയുന്നത് അവൻ്റെ ദാരിദ്ര്യത്തിലാണ്. നമ്മുടെ ദാരിദ്ര്യത്തിൽ നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. സത്യമായിട്ടും മനസാക്ഷിയെ വഞ്ചിക്കാതെന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തിലാണോ സമ്പത്തിലാണോ ക്രിസ്തുവിനെ രുചിച്ചറിയാനൊത്തത്? ദാരിദ്ര്യത്തില്ല അല്ലേ? ദാരിദ്ര്യത്തിൽ നമുക്ക് കർത്താവിനെ അറിയാൻ കഴിയും. ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കെല്ലാം വരുന്നത് സാമ്പത്തികമായ ദാരിദ്ര്യമാണ്. അതാണ് പൊതുവേ നമ്മൾ കാണുന്ന ഒരു വാക്ക്. പക്ഷേ എളിയ ദാസന്, ഈ ബലഹീനദാസൻ പലപ്പോഴും ജീവിതത്തെ കണ്ടുമുട്ടിയ സമ്പത്തുള്ളവർക്കും ദരിദ്രരായ ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തികമുള്ളവരെല്ലാവരും സമ്പന്നരാന്ന് പറയാനൊക്കത്തില്ല. അവർ ചില മേഖലകളിൽ ദരിദ്രരായിരിക്കും. അങ്ങനെ കണ്ടെത്തിയ ചില ദാരിദ്ര്യ മേഖലകളെ അവിടെ തൊടാം. തീ മറക്കരുത്. ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ ചേർന്നേ, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാൻ. ഒന്നാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് മാനസികമായ ദാരിദ്ര്യമുള്ളവരുണ്ട്. സമ്പന്നരായിരിക്കാം, സ്വത്ത് കാണും. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്കതിൻ്റെ സങ്കടം അറിയുന്നു. ഇന്നത്തെ മനുഷ്യരുടെ ഈ ക്രിസ്തു വളർന്നു വന്നപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അവനെ ഒന്നും കാണത്തില്ല. എന്തെങ്കിലും ചെയ്യാനൊക്കെ ഇച്ചിരി കൂടെ സൈഡിലോട്ട് കുഴപ്പമില്ല, ചെയ്യാനൊക്കുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി ശക്കലിതൊന്ന് മാറ്റാൻ ഒക്കുമെങ്കിലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ലൈവിന് ഓക്കെ ഒന്ന് ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെങ്കിൽ ശക്കലൊന്ന് കണ്ണിലോട്ടാണ് ഇങ്ങോട്ട് ഒന്ന് തിരിച്ചു വെക്കുമോ? മതി മക്കളെ, നിങ്ങളെ ബുദ്ധിമുട്ട്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ച് ലൂക്കോസ് പറയുന്ന ഒരു വാക്കുണ്ട്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവത്തിൻ്റെ കൃപ. അത് ഈ ഹോളിസ്റ്റിക് ഗ്രോത്താണ്. പൈതൽ വളർന്നു, ഫിസിക്കൽ ഗ്രോത്താണ്. ജ്ഞാനം നിറഞ്ഞു, മെൻ്റൽ ഗ്രോത്താണ്. ആത്മാവിൽ ബലപ്പെട്ടു, എന്താണ്? സ്പിരിച്വൽ ഗ്രോത്താണ്. 3 മേഖലകളുടെ ഹോളിസ്റ്റിക് ഗ്രോത്താണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. പൈതൽ ഫിസിക്കലി ഗ്രോത്ത് ഉണ്ടായി, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടായി, മെൻ്റൽ ഗ്രോത്ത് ഉണ്ടായി, ജ്ഞാനം 3 സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായി. ഇന്ന് പക്ഷേ പലപ്പോഴും ഈ മക്കൾക്കൊക്കെ ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ട്. കണ്ടാൽ ഭയങ്കര സൈസായിരിക്കും, ജിമ്മൊക്കെ ആയിരിക്കാം, ഭയങ്കര മസിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ നിന്ന് കരയുന്ന കാണും. അവർക്കെന്തോ ഇല്ല, മെൻ്റൽ ഗ്രോത്ത് ഇല്ല. ഈ മെൻ്റൽ സ്റ്റാമിന ഇല്ലെന്നുള്ളതാണ് മക്കളുടെയൊക്കെ ഉള്ള വലിയ പ്രശ്നം. നിങ്ങൾ സത്യസന്ധമായിട്ട് നോക്കിക്കോ. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച പിള്ളേരുണ്ട്. ബസ്സേ കയറിപ്പോയി, ഇടയ്ക്ക് ഇറങ്ങും, ഇടയ്ക്ക് അവർ കിളിയായിട്ട് നിൽക്കും, ഇടയ്ക്ക് ബസ് നിർത്തിയില്ലെങ്കിൽ വണ്ടി തടയും. വിദ്യാർത്ഥി ഐക്യം ചിന്താപ, അതൊക്കെ ഒരു രസമാണ്. എന്നാന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്റ്റാമിന ഒക്കെ ഉണ്ട്. സാറന്മാരെ എടുത്തിട്ടടിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അടിയോ പഴയത് സാറന്മാരൊക്കെ അടിക്കും. മക്കൾക്ക് അറിയത്തില്ല. എൻ്റെ പൊന്നു മക്കളെ, പാട്ടുമൊക്കെ പാടുമ്പോൾ ഓർത്തോണം, 2 രീതിയിലുള്ള സൈക്ലിംഗ് ഉണ്ട്. ഒന്ന് അര സൈക്കിൾ പഠിക്കും. അര സൈക്കിൾ പഠിപ്പിക്കുന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. ഇപ്പം നമ്മളിങ്ങനെ. പിന്നെ ഒരു ഫുൾ സൈക്കിളുണ്ട്, അതിവിടെ. അത് കൂടുതലും ആമ്പിള്ളേർക്കാണ് കിട്ടും. അപ്പോഴാണ് നമ്മൾ ഈ മുഴു സൈക്കിളെ ചവിട്ടിയിട്ടുള്ളത്.
മുഴു സൈക്കിൾ ചവിട്ടിയിട്ടുണ്ടല്ലേ? ഉണ്ടല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊന്നും മുഴു സൈക്കിളൊന്നും ചവിട്ടത്തില്ല. എന്നും അടി അപ്പ ഈ അടിയും പിടിയും എല്ലാം കൊണ്ടാണ് വളരുക. അപ്പോൾ അതുകൊണ്ട് ഇവർക്കിതൊന്നും വലിയ വിഷയമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തേനോടൊക്കെ നമ്മളൊന്ന് അടിച്ചാൽ അവരന്നേരം പോയി ആത്മഹത്യ ചെയ്തു കളയും. അങ്ങ് ഭയങ്കര ചാകും എന്നങ്ങ് പറയുക. എന്താ കാര്യം എന്നറിയാം? ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പം ഈ മരിക്കും എന്നൊക്കെ പറഞ്ഞ് വരുളുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നെ വിളിച്ചിട്ടുണ്ട് അത്ര പേര്. എന്നറിയാം, പെൺപിള്ളേരൊക്കെ കഥ കടച്ച് മുറിക്കകത്ത് കയറി കിടക്കും. പാസ്റ്ററെ വരണേ, വല്ലതും കാണിച്ചു കൂട്ടിയെങ്കിൽ, വല്ലതും കാണിക്കുമെന്നറിയാം പുറലത്തൂടെ കയറി വെന്റിലേറ്ററിൽ കൂടെ നോക്കി അമ്മ ഉരുണ്ട് താഴെ വീഴും. കാരണം കൊച്ചു വല്ലതും കാണിക്കുമെന്ന് പേടിയാണ്. ചാകും എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ പേടിയാണ്. പക്ഷെ ഞാൻ ചാകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ചാകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പം ചെയ്തൊരു കാര്യമുണ്ട്. ഒരു പഴയ കയറെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇവത്തെ ചാകരുത്, കാരണം നീ തടിയന പൊട്ടിപ്പോകും. പുതിയ കയറെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇവത്തല്ലേ ചാകാവും, കാരണം പൊട്ടിപ്പോത്തില്ല. എനിക്ക് കൊച്ചിലെ മതിസാറിനൊക്കെ അറിയാം, എനിക്ക് കൊച്ചിലെ നല്ല വേണ്ടത്, ഇവത്തേക്കാളും ചാകാതെ നീ പൊട്ടിപ്പോവും. അപ്പം ഇന്നത്തെ പിള്ളേർക്ക് തൻ്റെ ഉള്ള ഏതെങ്കിലും അപ്പനുണ്ടോ ചാകുമെന്ന് പറയുന്നവർ കയറെടുത്ത് കൊടുക്കത്തില്ല, കാരണം അവൻ ചാകും. അപ്പോൾ എന്തില്ലാത്തതുകൊണ്ടാണ്? മെൻ്റൽ സ്റ്റാമിന കുറവുള്ളവരാണ് നമ്മൾ. ഒരു സ്റ്റാമിന എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവർ തോറ്റാലെന്താ? ഇന്നത്തെ ഇപ്പോൾ മക്കൾക്കൊക്കെ ഈ പരീക്ഷ എന്നൊക്കെ വരുമ്പോഴത്തേനും എന്തോ ബഹളമാണ്. അങ്ങ് ഭയങ്കര അപ്സെറ്റ് ആകുന്നു. അതിനെക്കാട്ടി ബഹളം അവരുടെ വീട്ടിൽ റിസൾട്ട് അറിയുന്നതിൻ്റെ തലേദിവസം കിടന്ന് ഉരുണ്ട് മറിഞ്ഞ്. അതോ പരീക്ഷ എഴുതുന്നതിൻ്റെ തലേദിവസം ഞാൻ എത്ര എണ്ണത്തിൻ്റെ അടുക്ക് പോയിട്ടുണ്ട്. പക്ഷേ എന്താ തോക്കും? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എഴുതാതെ ആരും തോറ്റിട്ടില്ല. ആദ്യം പരീക്ഷ എഴുതുക, എന്നിട്ടല്ലേ തോക്കുന്നേ. പരീക്ഷ എഴുതാതെ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. ആബ്സെൻ്റല്ലേ വരത്തുള്ളൂ. നീ ആദ്യം എഴുത്, എല്ലാം അറിയാം. പക്ഷേ എന്തോ പ്രശ്നമായത് ഒറ്റ കാര്യമാണ്, മാനസിക ബലമില്ല. അതുകൊണ്ട് തന്നെ കോവിഡാനന്തര ലോകത്തിൻ്റെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. ഇന്ന് നമുക്കറിയാം, പിള്ളേരൊക്കെ ഒരു സമയത്ത് എൻജിനീയറിങ്ങിനൊക്കെ പോയി, ഡോക്ടർ മെഡിസിന് പോയി. എന്നാൽ ഇപ്പം നമ്മൾ പറ്റുള്ളവരോട് ചോദിച്ച് എന്തിനാ പോകുമെന്ന് ചോദിച്ചാൽ പറയും സൈക്കോളജിയാണ്. എന്തിനാ ഈ സൈക്കോളജി എടുത്ത് പഠിക്കുന്നത്? അവർക്കറിയാം ഏറ്റവും കൂടുതൽ ഇനിയും ഒരു നീഡ് വേണ്ട, ജോലി സാധ്യതയുള്ള ഒരു സ്ട്രീമായിട്ട് മാറുക സൈക്കോളജി. എന്തുകൊണ്ടാണ്? എന്തുമാത്രം മനുഷ്യരുണ്ടെന്നറിയാം ഇപ്പം ഡിപ്രഷനൊക്കെ മരുന്നെടുത്തുകൊണ്ട്. അന്ന് പണ്ട് നമ്മളവരെ ഭ്രാന്തരെന്നൊക്കെ വിളിച്ചു. പക്ഷേ ഇന്ന് അവരെ അങ്ങനൊന്നുമല്ല. എത്രയോ പേര് നോർമൽ ലൈഫ് നയിക്കുന്നുണ്ട് മെഡിസിനോടൊക്കെ എടുത്തുകൊണ്ട്, തെറാപ്പികളും മെഡിസിനും ഒക്കെ എടുത്തുകൊണ്ട്. കാരണം മനുഷ്യൻ്റെ മെൻ്റൽ സ്റ്റാമിന കുറഞ്ഞ ഒരു കാലം. പ്രത്യേകിച്ച് കോവിഡാനന്തര ഭൂമിയിൽ ഡിപ്രഷൻ കൂടുതലാണ്, OCD, അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കൂടി. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ട്. നമുക്കിത് കുറച്ചൊക്കെ വായിച്ചാൽ നമുക്ക് തോന്നും നമുക്ക് വട്ടുണ്ടോ. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം ഗൂഗിളിൽ നോക്കി ഇതെല്ലാം അങ്ങ് പഠിക്കും. എന്നിട്ട് നമുക്ക് തോന്നും നമുക്ക് ഭ്രാന്തുണ്ടെന്ന്. 10 വട്ടം ചിന്തിച്ചാൽ നമുക്ക് വല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ട ഒത്തിരി സമൂഹമാണ്. ആത്മഹത്യാ പ്രവണത കൂടുതലാണ്. എന്തിനാ ഈ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? ഫാദർ വഴക്ക് പറഞ്ഞ് ഏതാണ്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ ഞാൻ നേരെ കൊച്ചു പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ മരിച്ചു കിടക്കുക. നിങ്ങളെല്ലാം കേട്ടതാണ്. എന്തിനാ ഈ പിള്ളേരൊക്കെ മരിക്കുന്നത് എന്തിനാ? അവർക്ക് ബലമില്ലാത്തതുകൊണ്ട്. ആത്മഹത്യ ചിന്ത ഒറ്റ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡാണ് കയറുന്നത്. ആ സമയത്തൊക്കെ ഒരു ഇൻ്റർവെൻഷനൊക്കെ ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഈ മക്കളൊക്കെ മരിച്ചു കളയും. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പൗരോഷന് വേണ്ടി ആത്മഹത്യ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചൊരു പ്രഭാഷണം ഒരു സെമിനാർ എടുക്കാൻ വേണ്ടി ഒത്തിരി ആവശ്യങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാവുന്ന ദ കോസസ് ഓഫ് സൂയിസൈഡ്, അതിൻ്റെ റെമഡീസൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ എൻ്റെ മുറിയിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു എന്നോട് ചോദിച്ചു, എന്തോ അവിടെ പുതിയ വിഷയം? ഞാൻ പറഞ്ഞു ആത്മഹത്യ. അപ്പോൾ പുള്ളി ഒരു രസകരമായ കഥ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊരു പയ്യനെ ഇച്ചിരി വനത്തിൻ്റെ സൈഡാണ്, ആത്മഹത്യ ചെയ്യണം തോന്നിയപ്പം പുള്ളിക്കാരനൊരു കയറും എടുത്തുകൊണ്ട് വനത്തിൽ പോയി. വെപ്രാളപ്പെട്ടായി പോകുന്നത്, ചാകാൻ പോവല്ലേ മക്കളെ. ആ വെപ്രാളം എല്ലാം കൂടെ കയറിയപ്പം വയറ്റിൽ നിന്ന് പോകണം തോന്നി. അപ്പം പുള്ളി അവിടെ ഒരു പാറയിൽ പോയിരുന്ന ആഘോഷമായിട്ട് അങ്ങ് വയറ്റിൽ നിന്ന് പോയി. ആ ചാകാനുള്ള വെപ്രാളം എല്ലാം കൂടെ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഓർത്ത് ഈ കോലത്തിൽ പോയി തൂങ്ങിച്ചത്ത അഴിക്കുന്നവർക്ക് നാറത്തില്ലേ. അപ്പം താഴെ വനത്തിന് അവിടെ ഒരു അരുവിയുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് ചാകാൻ തോന്നും. താഴെ പോയി കുളിച്ച് കഴിഞ്ഞപ്പം ചാകുന്ന കാര്യം മറന്നുപോയി. പുള്ളി കയറുമായിട്ട് വന്ന് പൊരുത്തം ചോദിച്ചു, നീ എവിടെ പോകാം? അന്നേരം അവൻ പറയുന്നത് ചാകാൻ പോയാൽ. അയാൾ ആ കയറ് മേടിച്ച് ആ മാടക്കടയിൽ പഴക്കൊല കെട്ടിത്തൂക്കും. ഇപ്പോഴും അവിടെ പഴക്കൊല കെട്ടിത്തൂക്കുന്നത് ഈ കയറയിലാണ്. അപ്പം സത്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസരമൊക്കെ ഒന്ന് ചേഞ്ച് ഉണ്ടായാൽ മാറാനേ ഉള്ളൂ. എന്നാലും ഈ മനുഷ്യർ മാനസികമായിട്ട് തകരുക. എന്തോ ചെയ്യും? മാനസികമായി ദാരിദ്ര്യം. എൻ്റെ അനുഭവം എന്ന് പറയട്ടെ, ഈ ഭയം എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ഒരനുഭവമാണ്. പെന്തക്കോസ്ത് സഭകൾക്ക് അത് ഞാൻ അഭിമാനത്തോടെ പറയും. ഇന്ന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഭയവും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഡീസൻ്റ് ആയതുകൊണ്ട്
പല കാര്യങ്ങളും ഇടപെടത്തില്ല. പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭ്രാന്ത് പിടിച്ചവരെ കൊണ്ട് കെട്ടിയിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ വീട്ടിൽ എത്രയോ പേരെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ പേരെ കൊണ്ടുവന്ന് കൂച്ചി കെട്ടി. എൻ്റെ അമ്മ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഉറങ്ങാനുള്ള, അമ്മ നേഴ്സായിരുന്നു, ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറക്കിയിട്ട് ഉറക്കത്തിൽ ഞങ്ങൾ വട്ടയിരുന്ന് പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എത്രയോ പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. അതിൽ ഒരു ചെറുപ്പക്കാരൻ, അന്ന് ഞാനൊരു വളരെ ചെറുപ്പം പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുകയായിരിക്കും, വയലൻ്റായിട്ട് കൊണ്ടുവന്ന പയ്യനെ വല്ലാതെ വയലൻ്റായപ്പോൾ എല്ലാവരും കൂടെ കൂടി പിടിച്ച് കെട്ടി കമത്തിയിട്ട് കൈ പുറകി വെച്ച് വലിച്ച് കെട്ടുമ്പോൾ ഞാനും ഉണ്ട്. പക്ഷേ ഈ കൈയും കാലും കൂട്ടി കെട്ടുമ്പോൾ അടുത്ത് നിന്ന് കരയുന്ന ഒരു പെങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. വല്യമായി സ്വന്തം കൂടപ്പുറപ്പിനെ വലിച്ച് കെട്ടുമ്പോൾ, കാരണം അവൻ അതുപോലെ വയലൻ്റായി, നിവൃത്തിയില്ല. പിന്നെ വല്ലാത്ത മോശപ്പെട്ട വാക്കുകളൊക്കെ ആകുമ്പോൾ വായി നമ്മൾ തുണിയും വെച്ചു, കാരണം കേൾക്കാൻ കൊള്ളാത്ത ഭാഷയാണ് പാപ്പ. അടുത്ത് നിന്ന് വല്യമായി കരയുന്ന അമ്മ എനിക്ക് ഓർമ്മയുണ്ട്, പെങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. കാലം ഒത്തിരി മുമ്പോട്ട് പോയി. അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ കരച്ചിൽ കൊണ്ട് ദൈവം ആ മകനെ സുഖപ്പെടുത്തി. ഒത്തിരി നാൾ കഴിഞ്ഞ് ആ മകൻ വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, നോർമൽ ജീവിതം, നല്ല ഗൾഫിലൊക്കെ പോയി നല്ല ജീവിതം. പിന്നെ ആ മകന് അന്നുണ്ടായിരുന്ന മകന് മക്കളുണ്ടായി, അവർ വളർന്ന് വലുതായി. അവരെ കല്യാണം കഴിപ്പിക്കുന്ന പ്രായമായപ്പം ഞാൻ ആ ഒരു സ്റ്റേജിലെത്തി. അപ്പോൾ അവിടെ വിവാഹം നടത്തിയത് ഞാൻ. വിവാഹം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും കൂടെ വേണമെങ്കിൽ സ്റ്റേജിലോട്ട് വരാം, ഈ മക്കളോട് അടുത്ത് ഇന്നുകൊണ്ട് ഈ ധന്യ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷികളാണ്. ഈ അപ്പം വന്ന് അമ്മയും വന്ന് മകൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. മകനോ അവൻ്റെ അമ്മയ്ക്കോ അവിടെ ഇരുന്ന പലർക്കോ അറിയാത്തൊരു കാര്യം എനിക്കറിയാം, ഞാൻ ഈ അപ്പനെ പിടിച്ച് കെട്ടിയതാണ്. പക്ഷേ ഇന്ന് അപ്പന് മകനെ ഞാൻ വിവാഹം കഴിപ്പിക്കുക. കാലം പിന്നെ മുമ്പോട്ട് പോയി. ആ മകന് മക്കളുണ്ടായപ്പോൾ വലിയ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചപ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചും അടുത്ത് വന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഓർമ്മ പോയത്, വല്യപ്പച്ചനെ ഞാൻ പിടിച്ച് കെട്ടിയതാണ്. പക്ഷേ ഒന്നെനിക്കറിയാം, മനസ്സൊക്കെ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ മാനസികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ അടുത്ത് വരുന്നൊരു കർത്താവുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വരുന്നറിയാമോ? ഒരിക്കൽ അവിടുന്ന് ആക്ഷേപിക്കപ്പെട്ടു, നിനക്ക് ഭ്രാന്ത. ചർച്ചക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇവന് ഭ്രാന്ത, ഇവൻ പൈത്യക്കാരനാ, ഈസ് മെൻ്റലി നോട്ട് സ്റ്റേബിൾ, അവൻ ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു കെട്ടാൻ വന്നതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടുകാരും വീട്ടുകാരും ഭ്രാന്താന്ന് പറയുന്ന, പേടിയാന്ന് പറയുന്ന വ്യക്തികളുടെ അടുക്കൽ വരുന്ന ഒരുവനുണ്ട്, അവിടുത്തെ പേരാ ക്രിസ്തു. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഭയം മനുഷ്യനെ വേട്ടയാണ്. ഞാനങ്ങനെ പൊതുവെ പേടിക്കുന്ന ഒരാളല്ല. എന്നാൽ ഒരു രാത്രി ഭയത്തിൻ്റെ പോരാട്ടം എനിക്കുണ്ടായി. അപൂർവമായിട്ടതുണ്ടായിട്ടുണ്ട്. ഉയ്യോ, 2018 വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞ് അകാരണമായൊരു ഭയം എന്നെ രാത്രി പിടിച്ചു. അന്ന് ഞാൻ ഭയത്തിൻ്റെ പോരാട്ടം അറിഞ്ഞു. തീവ്രമായ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. എൻ്റെ ചങ്കിങ്ങനെ ഇടിക്കുകയാണ്. എനിക്കെൻ്റെ ഇടിപ്പിൻ്റെ ശബ്ദം കേൾക്കാം. പ്രാർത്ഥിക്കാൻ നോക്കി, അന്യഭാഷ പറഞ്ഞ് നോക്കി, എൻ്റെ പൊന്നെ എല്ലാം നീട്ടും, എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഹോളിൽ പോയിരുന്നു, വരാമോ പ്രാർത്ഥിക്കാം. അദ്ദേഹം വന്നു. പക്ഷേ എനിക്ക് പേടിയാണെന്ന് ഞാൻ അധികം ആരോടും പറഞ്ഞില്ല. പക്ഷേ ഒരു വല്ലാത്ത ഭയത്തിൻ്റെ ഉഗ്രമായ തീവ്രമായ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണ്. അദ്ദേഹം ഒരു 3 മണി വരെ എൻ്റെ കൂടെ ഇരുന്നു, 1-3:30 വരെ. അത് കഴിഞ്ഞ് പോയി. വെളുപ്പിനെ ആയപ്പം ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ആരോ ഒരാൾ വീട്ടിലവിടെ വന്നിട്ടുണ്ട്, അച്ഛനെ തിരക്കുന്നു. ഞാൻ ചെന്നപ്പോൾ നേരം ഇങ്ങനെ കഷ്ടിച്ച് വെളുത്ത് വരുന്നു. കഷ്ടിച്ച് ആളെ തിരിച്ചറിയാം. ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ? എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. ഒന്നുമില്ല ദൈവദാസനെ, ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വെളുപ്പിനെ ഇങ്ങനെ വന്ന എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ്. ശരി, ഇരിക്കുക, പ്രാർത്ഥിക്കാം. പുള്ളി കയറിയിരുന്നു. ഒന്ന് അദ്ദേഹം ഇങ്ങനെ ധൃതി വെച്ച് പോകണമെന്ന് പറയുക. അന്ന് ഞാൻ പറഞ്ഞു, വന്നതിൻ്റെ ഉദ്ദേശം എന്താ? അദ്ദേഹം ഒന്നും പറഞ്ഞു ഇല്ല, ഞാനൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഉള്ളത് പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. രാത്രി 2 മണി ആയപ്പം കർത്താവ് എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞു, നീ ഇപ്പം തന്നെ എഴുന്നേറ്റ് പോകണം, പ്രിൻസിപ്പാളോട് എന്ന് പറയണം, പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ വാക്ക് പറയുമ്പോൾ ഞാൻ കണ്ടു എന്നോട് പോരാടിക്കൊണ്ടിരുന്ന ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുന്നത്. എന്നും എനിക്കറിയാം, മനസ്സൊക്കെ തളരുമ്പോൾ അവൻ്റെ ലോകത്ത് വരുന്ന ഒരുവനുണ്ട്, അവിടുത്തെ പേരാ ക്രിസ്തു. മനസ്സൊക്കെ ഇങ്ങനെ തളരുമ്പോൾ അവൻ്റെ ലോകത്ത് വരുന്ന ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെല്ലാം അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ദോസ് ആർ മെൻ്റലി പുവർ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാൽ
ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കാരം നീട്ടിയെടുത്താണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ തിരുക്കാരം നീട്ടിയെടു. പ്രിയരെ, മാനസികമായി തളർന്നവരുടെ ദരിദ്രരായുടെ ലോകത്ത് അവിടുന്ന് വരും. രണ്ടത്തെ ഒരു ദാരിദ്ര്യമാണ് ബുദ്ധിപരമായ ദാരിദ്ര്യം. നമുക്കിന്ന് നമ്മളൊരു ഒരു സാമൂഹ്യമായ നിരീക്ഷണം നടത്തിയാൽ ഈ തലമുറയിൽ ജനിക്കുന്ന ഒത്തിരി മക്കളുടെ കാര്യം നോക്കിയാൽ പലരും മെൻ്റൽ പ്രശ്നങ്ങളുള്ളവർ എന്ന് പറഞ്ഞാൽ ഐദർ ഓട്ടിസ്റ്റിക്, ഹൈപ്പർ ആക്ടിവിറ്റി, പഠന പ്രശ്നങ്ങൾ, പഠന വൈകല്യങ്ങൾ. ഇതിനകത്ത് മനസ്സിലിങ്ങനെ പേരൻസൊക്കെ എന്തുമാത്രം വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിപ്പം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുമ്പോൾ അത് പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു വീക്ഷണത്തിൽ. പണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊന്നും പറയാൻ അറിയത്തില്ല. ആൾ മെനയാന്ന് പറയും. മെന കണ്ടിട്ടുണ്ടോ? മെനയെ എന്തായിരുന്നു അറിയാം? കൗൺസിൽ ചെയ്ത് അച്ചായൻ അടിച്ചു, അമ്മയെ അടിച്ചു, അമ്മുമ്മയെ അടിച്ചു, അപ്പച്ചൻ അടിച്ചു. ഇനിയും ചർച്ച വരുമ്പോൾ ഉപദേശിയും പടിയും കൊണ്ടിരിക്കുക. അടിയോടടിയാ. ഹൈപ്പറല്ല ഇപ്പോൾ എന്ത് ചെയ്യും? ഹൈപ്പറെല്ലാം നല്ല സെൻട്രൽ പാസ്റ്ററാണ്, വലിയ പാസ്റ്റർമാരൊക്കെ ഹൈപ്പറൊക്കെ. അതല്ലേ ഹൈപ്പറെല്ലാം നല്ലതായില്ലേ? എന്നാലും ഈ പഠന വൈകല്യങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ വരുമ്പോൾ അവർക്ക് എഴുതാനൊക്കെ ബുദ്ധിമുട്ട് വരും, വായിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പം എല്ലാം ഇതിപ്പോൾ ഒരു സ്പീഡ് വേൾഡാണ്. എല്ലാവരും മിടുക്കരാണ്. നമുക്കൊരു പരിധി വരെ എനിക്കിപ്പോൾ അങ്ങ് അത്ഭുതം തോന്നുകയാണ് ചില സമയം. ഞങ്ങളൊക്കെ SLCക്കൊക്കെ എഴുതുമ്പോൾ 2 ഡിസ്റ്റിങ്ഷൻ, 5 ഫസ്റ്റ് ക്ലാസ്, 3 സെക്കൻഡ് ക്ലാസ്, ഇത്ര പേര് ജയിച്ചു. ഇപ്പോൾ എല്ലാം A+, ഫുള്ള് A+. പക്ഷേ മത്തി മേടിക്കുമ്പം പൈസ കൊടുക്കാൻ ഇങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ ആ കൊച്ച് 2000 പൈസ എടുത്ത് സാറിനെ കൊടുത്തിട്ട് അതേ കൊടുത്തിട്ട് പറയാം, എനിക്ക് വിശ്വാസമാണ് ബാക്കി ഇങ്ങനെ അന്നേക്കാൻ. കാരണം കൂട്ടാൻ അറിയത്തില്ല, കണക്കിന് A+ ഉണ്ട്. 1 കിലോ മത്തിക്ക് 70 രൂപ. 1.25 കിലോയുടെ മത്തിയുടെ വില പറഞ്ഞു. പറയും. അറിയത്തില്ല മക്കളെ, പറയാമോ? ഇല്ല. മോളെന്തോ പഠിച്ചേ? 7th. മോക്ക് പറയാമോ? ആലോചിക്കണ്ട, പറയത്തില്ല. വേണമെങ്കിൽ കുത്തണം. പക്ഷേ ഞങ്ങളുടെ പാവം പിടിച്ച അച്ചായൻ കണക്കൊന്നും അറിയത്തില്ല, ടക്കെന്ന് പറയത്തില്ലേ? അതാണ് അത് അവർക്ക് കണക്കറിയാം. അപ്പം എല്ലാവർക്കും ഫുള്ള് A+ ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്പീഡിൽ പഠിക്കുന്നവർ. അപ്പോൾ ഈ പഠിക്കാതെ പോകുന്ന മക്കൾ അവരുടെ പ്രശ്നം കൊണ്ടല്ല, അവരെ കൊണ്ട് ഒക്കുന്നില്ല. അവരുടെ സങ്കടം ആരറിയും? എല്ലാവരും ട്രോഫി കൊടുക്കും പഠിക്കുന്ന മക്കൾക്ക്. പഠിക്കാത്ത മക്കളുടെ കാര്യം ആരെങ്കിലും പറയും? ഇനി വീട്ടിലൊരാൾ പഠിക്കുന്നില്ലെങ്കിലോ, പഠിക്കുന്നൊരു കൊച്ചു ചോദിച്ചാൽ എല്ലാം കൊടുക്കും. പഠിക്കാത്തവൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഷർട്ട്, എൻ്റെ ബർത്ത്ഡേ, നിൻ്റെ ബർത്ത്ഡേ മാർക്ക് അടിക്കണം. അപ്പോൾ അവിടെ ഇല്ലേ? ഈ അടുത്തിടയ്ക്ക് എന്നോടൊരു പാവം പിടിച്ചോ വന്ന് സങ്കടം പറഞ്ഞു, പാസ്റ്റർ എല്ലാ ബൈബിൾ കോളേജിലും ഡിഗ്രിക്കാരെ മതി, അപ്പം തോറ്റവരെ ആർക്കും വേണ്ടേ? ബൈബിൾ കോളേജ് അഡ്മിഷൻ എടുക്കണേ പോലും പണ്ട് മലയാളം മീഡിയത്തിലും കിട്ടുമായിരുന്നു, ഇപ്പോൾ അതും കിട്ടത്തില്ല. അപ്പോൾ എന്തോ ചെയ്യും? ഞാനൊരു വീട്ടിലെ കുടുംബ പ്രാർത്ഥന യാദൃശ്യ പങ്കുചേരുന്നു. മനസ്സൊക്കെ ഇന്ന് ഉടഞ്ഞുപോയി. കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ആ വീട്ടിലൊരു കൊച്ചു കുഞ്ഞ് മുട്ടുകുത്തിയ കൈയൊക്കെ ഇങ്ങനെ മരത്തിൽ പിടിച്ച് കണ്ണീരൊഴുകുന്നുണ്ട്. സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച ഞാൻ സ്കൂളിൽ പോയിന്ന്, ആ ടീച്ചർ ഏതാണ്ടെല്ലാം പഠിപ്പിച്ചു. ആ ടീച്ചർ എന്തോ പഠിപ്പിച്ചെന്ന് എനിക്കൊട്ടും മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായില്ലെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായില്ല. ആ ടീച്ചർ എന്നെ അടിച്ച് കർത്താവേ, എനിക്ക് വല്ല നൊന്തപ്പച്ച, യേശുപ്പച്ച എനിക്ക് നൊന്തുപോയി. ഒരു കാര്യം ചെയ്യണം, ഒന്നീ ബുദ്ധിയ അല്ല ആ ടീച്ചറെ മാറ്റ, എന്തെങ്കിലും ഒന്ന് ചെയ്യും. സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. ഒന്നീ ബുദ്ധിയ അല്ലെങ്കിൽ മാറ്റ. പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഞാൻ കേൾക്കുന്നു മാറ്റങ്ങൾ ഒത്തിരി ആയിട്ടുണ്ട്. ഈ പിൻപന്നെ മുൻപനാക്കാൻ പെട്ടെന്ന് ദൈവം എന്നോട് ദൂത് പറഞ്ഞു, ദരിദ്രൻ ഭാഗ്യവാനാണ്. കാരണം മിടുക്കരൊക്കെ ആണെങ്കിൽ അവർ കയറിപ്പോകുന്നതൊക്കെ അവരുടെ കഴിവുകൊണ്ടാണെന്നാണ് പറയാം. പക്ഷേ എൻ്റെ ചർച്ചിലൊരു കുട്ടിയുണ്ട്, അവനിപ്പം വലിയൊരാളാണ്. അവൻ്റെ അമ്മ പറയും, ജീവിതത്തിൽ ആദ്യമായിട്ട് 2 അക്ക മാർക്ക് കിട്ടിയത് SLC 10ാം ക്ലാസ്സിലാണ്. അതുവരെ 9ആയിരുന്നു. പിന്നെ അങ്ങനെ അവൻ ജയിച്ചു പോകുന്നു ചോദിച്ചാൽ ടീച്ചർമാരെ മണിയെടുക്കാൻ എടുക്കാനാണ്. അതുകൊണ്ട് 10 വരെ എത്തി. പക്ഷെ 10 മണിയടിക്കാനും. പക്ഷെ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എല്ലാ ശനിയാഴ്ചയും അവൻ്റെ അമ്മ വന്ന് ഹോളൊക്കെ വൃത്തിയാക്കിയിട്ട് പറയും, എൻ്റെ കൊച്ചിന് ബുദ്ധിയില്ല. ഇന്നവൻ ബിടെക് എഞ്ചിനീയറായി.
ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞു, നീ ആരോടും ചോദിക്കാതെ കമ്പി സിമെൻറ്റും പറയരുത്, കാരണം പെരയുടെ ഉറപ്പെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ വീട്ടിലേക്ക് പാസ്സായി. ഒരു കാര്യം എനിക്കറിയാം, പിൻപനെ മുൻപനാക്കാൻ കഴിവുള്ള ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കേണ്ട കർത്താവ്. പവർ വിഷനിലെ ഒരു സാക്ഷ്യമുണ്ട്. കെ.സി. ചമ്മൽ പാർഷ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന ഒരു മോനാണ്, ഒരു പാർഷ മോനാണ്. അവൻ +2 കഷ്ടിച്ച് പാസ്സായി. +2 അവൻ പോയി 10th കഴിഞ്ഞിട്ട്. +2 എന്നപ്പം തടിച്ച പുസ്തകങ്ങൾ ഇതൊന്നും അവനും മനസ്സിലാകുന്നില്ല. അവൻ സ്കൂളിൽ പോകാതായി, ഇവനൊന്നും മനസ്സിലാകുന്നില്ല. പോകാതായപ്പം എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോവുക. അവന് കുറേ നാൾ പോകാതിരുന്നപ്പം ഒരു ഫോട്ടോസ്റ്റാപ്പ് ഇതൊക്കെ എടുക്കുന്ന കടയിൽ ജോലിക്ക് വിട്ടു. അതൊരു കോളേജിൻ്റെ അടുത്താണ്, എറണാകുളത്ത്. ആ കോളേജിൻ്റെ അതുവഴി പോകുമ്പോൾ കോളേജിലേക്ക് പിള്ളേരൊക്കെ പോകുമ്പോൾ കരഞ്ഞു അവിടെ നിന്നുകൊണ്ട്, ബുദ്ധി ഉണ്ടായിരുന്ന ഞാനും പോത്തില്ലേ. പക്ഷെ എൻ്റെ അമ്മ വിട്ടില്ല. കർത്തദാസി ഈ കുഞ്ഞിൻ്റെ പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അമ്മയുടെ കണ്ണീര് ആ പുസ്തകത്തെ വീണു. ബുദ്ധിയുണ്ട്, എൻ്റെ കുഞ്ഞ് പഠിക്കത്തില്ല കർത്താ. ഞാൻ അവനെ കുറ്റം പറയുന്നില്ല, അവന് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലേ, അവനെ കൊണ്ട് ഒക്കുന്നില്ല. പക്ഷേ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാം. അമ്മ വീണ്ടും അവനെ സ്കൂളിൽ കയറ്റി. കഷ്ടിച്ച് അവൻ +2 പാസ്സായി, അവൻ ഡിഗ്രി പാസ്സായി, MA റാങ്കിൽ പാസ്സായി, MSW എടുത്തു. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി PhD തീർത്തു, ഡോക്ടറേറ്റ് എടുത്തു. +2 ബുദ്ധിയില്ലാതെ പാസ്സായതാണ്. പക്ഷേ അമ്മയുടെ കണ്ണീര് അവൻ്റെ പുസ്തകത്തെ വീണപ്പോൾ ദൈവം അവൻ്റെ ബുദ്ധിമണ്ഡലം തുറന്നു. എനിക്കൊരു കർത്താവിനെ അറിയാം, ബുദ്ധിപരമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ്റെ ലോകത്ത് വരുന്നൊരു കർത്താവുണ്ട്. പിൻപനെ മുൻപനാക്കും. നിങ്ങളൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന കർത്താവിൻ്റെ ചോദിച്ചാൽ തരും. ഈ രാത്രി എൻ്റെ യേശു ദരിദ്രൻ്റെ ലോകത്ത്. അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് ദൈവം എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ എന്തിനാ ഹോശന്നായിൽ വരുമ്പോൾ കഴുതപ്പുറത്താണ്. ഞാനൊരു കുസൃതിക്ക് ചോദിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ കർത്താപ്പച്ച കുതിരപ്പുറത്തൊക്കെ വന്ന ഒരു ഗമയില്ലേ, ഒരു ഗുമ്മ് വേണ്ടേ, കുതിരപ്പുറത്ത് വരണ്ടേ? കർത്താവ് എന്നോട് തിരിച്ചൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ തോന്നി. കുതിരപ്പുറത്തായിരുന്നു വന്നിരുന്നെങ്കിൽ ഈ പാമ്പിടിച്ച മക്കളൊക്കെ എന്തോ ഇതിന് A+B ദ ഹോൾ സ്ക്വയർഡ് = A² + 2AB + B² ടീച്ചർ തുടച്ചു. അടുത്തതിന് പോയപ്പോഴും ഇവൻ അപ്പുറത്തോട്ട് നോക്കിയിരിക്കുക. ഇവൻ എങ്ങനെ ഓടിയെത്തും? കുതിരപ്പുറത്ത് വന്നെങ്കിൽ കുതിര നടക്കുമ്പോഴും ഒപ്പം എത്തണേ, ഓടണ്ടേ, കുതിര ഓടിയാലും. പക്ഷേ കഴുതപ്പുറത്ത് വന്നുകൊണ്ട് ഗുണമുണ്ട്, എത്ര സ്ലോ ആയവനും കൂടെ നടക്കാം, എത്ര പെതുക്കെ പോകുന്നവൻ്റെ ഒപ്പം നടക്കുന്ന ഒരുവൻ, അതാണ് നമ്മുടെ കർത്താവ്. ഈ രാത്രി പറയട്ടെ, ബുദ്ധിപരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ലോകത്ത് അവനെ ഉയർത്താൻ അവൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാരിദ്ര്യത്തിൻ്റെ ഏത് ലോകത്താണെങ്കിലും ക്രിസ്തു പറയുന്നു, ദരിദ്രരായി നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് ശാരീരികമായ ദാരിദ്ര്യം. മനസ്സ് പോലെ തന്നെയാണ് ശരീരം. മനുഷ്യർക്കൊക്കെ മനുഷ്യരെ വേണം. എപ്പോഴാണ്? ആരോഗ്യമുള്ളപ്പോഴാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ആവേശത്തിനൊക്കെ പറയും, ഓർമ്മയില്ലെങ്കിലും വേണ്ടില്ല, ജീവച്ഛവമായാലും വേണ്ടില്ല, എനിക്ക് കുറച്ച് ദിവസം കിട്ടിയാൽ മതി. അച്ചാരെ ഇങ്ങ് കിട്ടണേ കർത്താവേ. കിട്ടിക്കഴിയുമ്പം പ്രാർത്ഥിക്കും, എടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. കിട്ടിക്കഴിയുമ്പോഴല്ലേ മട്ടുമാറും. ആരോഗ്യമില്ലാത്തവരെ ആർക്ക് വേണം? പാടല്ലേ. പ്രത്യേകിച്ച് ഡയാലിസിസിലൊക്കെ പോവുക. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഒരു 3 ആഴ്ചയും 3 ഡയാലിസിസൊക്കെ വന്നാൽ 4 മണിക്കൂറാണ്. ചുരുക്കത്തിൽ പോയി വരണേ ഒരു ദിവസം. ഈ 3 ദിവസവും ഒരാൾ കൂടെ വേണം. ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഡയാലിസിസ് ചെയ്യത്തില്ല. ചെയ്യുമോ? ഇല്ല. എൻ്റെ പെങ്ങൾ ദീർഘവർഷങ്ങൾ ഡയാലിസിസിൽ കൂടെ പോയതാണ്. ഞാനാ കൂടെ പോകേണ്ടത്. പക്ഷേ ചിലപ്പോൾ ഒക്കാതെ പോകുമ്പോൾ ബൈസ്റ്റാൻഡർ ഇല്ലാതെ ഡയാലിസിസ് ചെയ്യിപ്പിക്കത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ മാനേജരായിരുന്ന അച്ഛൻ അവളൊരു കത്ത് കൊടുത്തു, ദയവായി ബൈസ്റ്റാൻഡർ ഇല്ലാത്തതിന് അച്ഛൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ ആ കൊച്ചിനെ വെറുതെ വിട്ടാൽ അതിന് മാത്രം ഒരു സാങ്ഷൻ കൊടുത്തേക്ക്. കാരണം ബൈസ്റ്റാൻഡർ വേണം. എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പോകും. കാരണം പിള്ളേരെ ബുദ്ധിമുട്ടിക്കായിരിക്കും. തന്നെ പോയിട്ട് വരും. ഏറ്റവും വലിയ പ്രശ്നം നിരന്തരമായ യാത്രകളിൽ സാമ്പത്തികം പ്രശ്നമാണ്. അതവരെ കുടുംബത്തെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് തകർക്കും. വെളുപ്പിനെ 3 മണിക്കൊക്കെ ഡയാലിസിസിന് പോകുമ്പോൾ ഞാനങ്ങനെ വലിയ ദാരിദ്ര്യത്തിലൊന്നും ജീവിച്ചെന്ന് പറയാമല്ലോ, പക്ഷെ നിരന്തരമാണ്, ഒരു ദിവസമല്ല. അപ്പോൾ അവൾ എന്നോടെല്ലാം പറയുക, രാവിലെ ഡയാലിസിസിന് പോകണം, പൈസ വേണ്ടേ? അന്നേരം ചിലപ്പം കാണത്തില്ല, ഡെയിലി അല്ലേ, നീ കിടന്നോ, ഞാൻ കൊണ്ടുത്തരാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പൈസയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അന്നേരം ഉണർത്തിയാൽ പിന്നെ അവൾ ഉറങ്ങില്ല. പൈസയായിട്ട് വന്നിട്ട് ഞാൻ ആ വണ്ടിയെ വാതിക്കെ കിടന്നുറങ്ങും. 3 മണിക്ക് അവൾ ഉണരുന്നത് വരെ. അങ്ങനത്തെ അത്രയും രാത്രി
പിന്നെ അടുപ്പിച്ചുള്ള ആശുപത്രിവാസം. ശാരീരികമായ ദാരിദ്ര്യം വരുമ്പോഴാണ് മനുഷ്യർക്കൊക്കെ ഒരു ഭാരമാണ്. പക്ഷേ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വരുന്ന ഒരുവരുണ്ട്. അവൻ്റെ പേര് ക്രിസ്തു. കിടക്കയിൽ നമ്മുടെ അടുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം അനുഭവിച്ചൊരു കർത്താവുണ്ട്. എല്ലാം അനുഭവിച്ചൊരു കർത്താവ്. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് ശാരീരികമായ ദാരിദ്ര്യം. നാലാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് സാമൂഹ്യമായ ഒരു ദാരിദ്ര്യമുണ്ട്. നല്ല വീട്ടിലെയാണ്, പക്ഷേ അച്ചായൻ തൂങ്ങിച്ചത്തതാണ്. കല്യാണം വരുമ്പം പറയും അപ്പം തൂങ്ങിച്ചത്തതാണ്. അമ്മ ആരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ്. നല്ല കാര്യമൊക്കെ ശരിയാണ്, അടുത്തിടയ്ക്ക് ഒരു കല്യാണം നടക്കുക. പക്ഷേ ഈ കല്യാണത്തിനിടയ്ക്ക് ഈ ആലോചനയൊക്കെ മുറുകി കഴിയുമ്പോൾ നമ്മളെ ഒരുമാതിരി പൊട്ടരാക്കുന്നൊരു പരിപാടിയുണ്ട്. ഈ കാരണവന്മാർ ഇറങ്ങി പുറത്തു പോയി നിന്ന് കുശു ഭയങ്കര ചർച്ചയാണ്. ഇതെന്തോ ഈ നടക്കുന്നത്? ഇവരോട്ട് പറയത്തില്ല. അപ്പോൾ അവസാനം ഞാൻ ഇറങ്ങിച്ചെന്ന് എന്തോ അച്ചായ. അപ്പോൾ കാരണവർ എന്നോട് പറയുക കാര്യമൊക്കെ ശരിയാണ്, ചെറുക്കൻ മെടുക്കനാ, ചെറുക്കനെ മാത്രം നോക്കി കെട്ടുവാണെങ്കിൽ കെട്ടിച്ചോളാം. ഞാൻ ചോദിച്ചു അതന്നെ ഇവൻ്റെ വല്യപ്പൻ നമ്മുടെ ടാപ്പിങ്ങാനായിരുന്നു. നമ്മുടെ ടാപ്പിങ്ങാനായിരുന്നു. നമ്മളന്ന് ആരായിരുന്നറിയാം? നമുക്കന്ന് അംബാസഡർ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം അംബാസഡർ പോയിട്ട് സൈക്കിൾ പോരില്ല. ഇപ്പം ഞാൻ ഈ ചരിത്രമൊക്കെ ചുമ്മാ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ രാവിലെ റബ്ബറിന് വളയാൻ പോവും. അപ്പോൾ അമ്മച്ചിയും കൂട്ടത്തിൽ പോവും ലൈറ്റ് കാണിക്കാൻ, വെട്ടം കാണിക്കാൻ, വിളക്കൊക്കെ ആയിട്ട്. വളയുമ്പോൾ അവർ പ്രാർത്ഥിച്ചു മക്കൾ വളയല്ലേ. പിന്നെ എല്ലാം കഴിഞ്ഞ് യോഗത്തിന് ഓടി വരും. ഉപദേശിക്ക് ഉച്ചയ്ക്ക് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉള്ള അറ്റാച്ചാരും വിളിക്കത്തില്ല. വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന ഇവരാണ്. ഉള്ളതെല്ലാം ചർച്ചയിൽ കൊണ്ട് കൊടുക്കും. തമ്പുരാൻ തീരുമാനിച്ചു അടുത്ത തലമുറയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തണം. ഇന്ന് മക്കൾക്ക് ഭയങ്കര വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെയാണ്. സോഷ്യലി പൂറായവരെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്തി വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ പറയുന്നത്. ഒരിക്കൽ ഞങ്ങൾ അങ്ങനെയൊക്കെയല്ലായിരുന്നു. കർത്താവിനെ അറിഞ്ഞതിൻ്റെ വിലയല്ലേ ഉള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ദാരിദ്ര്യം ശീലിച്ച ദരിദ്രനായി തീർന്ന ക്രിസ്തു ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ ഇടപെട്ടെന്നുള്ളതാണ്. ക്രിസ്തു സാമൂഹ്യമായി ദരിദ്രരായവരെ ഉയർത്തുന്ന ദൈവ. സാമൂഹ്യമായി ദരിദ്രരായവരെ ഉയർത്തും. എല്ലാ ദാരിദ്ര്യവും ദാരിദ്ര്യം തന്നെയാണ്. ശാരീരികമായ ദാരിദ്ര്യം, മനസ്സൊക്കെ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ, ശരീരം ക്ഷീണിച്ചു പോകുമ്പോൾ, ബലഹീനപ്പെടുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. തൻ്റെ പാദപീഠവൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ശാരീരികമായ ദാരിദ്ര്യം, സാമൂഹ്യമായ ദാരിദ്ര്യം. മറ്റൊരു മേഖലയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. ശരിക്കും നമ്മൾ ദരിദ്രം എന്ന് പറയുന്നത് അതാണ്. അതും ഒരു വിഷയമല്ലേ? കാരണം മേടിച്ചാൽ കൊടുക്കാത്തതെന്നുള്ള പേര് കിട്ടുക, മേടിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നത്. ചിലപ്പം ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോകുന്നവരുണ്ട്. ചിലപ്പം ചിലരെ സഹായിക്കാൻ വേണ്ടി, എനിക്ക് എത്രയോ പേരെ കണ്ടു, അവർ ലോൺ വെച്ചിട്ട് അവരുടെ വസ്തു ആധാരം കൊടുത്തിട്ട് വഞ്ചിക്കപ്പെട്ടു പോയി ദരിദ്രരായി മാറിയവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും മനുഷ്യനെ ദാരിദ്ര്യം തേടി വരാം. പക്ഷേ ഈ സാമ്പത്തികമായ ദാരിദ്ര്യവും ഒക്കെ ഒരു വിഷയമാണ്. ദാരിദ്ര്യത്തിൽ അവൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ വലിയ എന്താ പറയുക, ദാരിദ്ര്യം പറയുകയല്ല, എന്നാലും അങ്ങനെ അങ്ങ് പട്ടിണി കിടന്നിട്ടൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് കുറേ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. പക്ഷേ തോട്ടം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ. എനിക്ക് ഓർമ്മയായപ്പം തോട്ടമൊന്നുമില്ല. പക്ഷേ എപ്പോഴും തോട്ടത്തെ കഥയൊക്കെ പറയും. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ആന. ഞങ്ങൾക്ക് തോട്ടം ഉണ്ടായിരുന്നു. അമ്മാവൻ ആന ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ട്. നമുക്ക് വല്യപ്പന് തോട്ടം ഉണ്ടായിട്ട് നമുക്കില്ല എന്തോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പ കട വിട്ടു. പിന്നെ ചെറിയ ഒരു സഭ അന്നത്തെ കാലം. 10ാം ക്ലാസ് പാസ്സായി. ഞാനന്ന് മുണ്ടാ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒത്തിരി ഷട്ടൊന്നുമില്ല. പാസ്സായപ്പം നല്ല മാർക്കുണ്ട്, കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എന്നെ എപ്പോഴും കാണുമ്പോൾ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്തോ വെള്ളം മോൻ എന്നോട് ചോദിക്കണേ, മോൻ പഠിച്ചാൽ മതി, ഇത് മുഖത്തെ ശുദ്ധ കള്ളാണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചു. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് കോളേജിൽ പോകുമ്പോൾ ഒരു ഷർട്ടും പാൻറ്റും മേടിച്ചു തരാം. ആൻറ്റി തിരിച്ചൊരു മറുപടി പറഞ്ഞു, മോൻ ചിന്തിക്കുന്ന പോലെ എൻ്റെ കൈ പൈസ ഉലുത്തുവൊന്നുമല്ലെന്ന് പറഞ്ഞു. ഉലുത്തുക എന്ന് പറഞ്ഞാൽ അറിയാം, കുലുക്കുക അല്ലെന്ന് പറഞ്ഞു. വല്ലാത്തൊരു മുറിവ്, അടി കിട്ടിയ പോലെ ആയിപ്പോയി. അന്ന് ഒരു തീരുമാനമെടുത്തു, ഒരു മനുഷ്യനോടൊരു കാര്യം ചോദിക്കുക. ഞാൻ പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. പിന്നെ ജീവിതത്തിൽ ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് പൗർവിഷൻ്റെ സ്വത്രാഴ്ചയാണ്. അത് വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയത്.
അതൊഴിച്ച് ഞാനൊരു മനുഷ്യനോടൊരു കാര്യം ചോദിച്ചിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ആരോടും. പക്ഷേ ആ ഷർട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു മറുപടി പറഞ്ഞത്, ഈ മനുഷ്യനെ അൺഹീൽഡ് വൂൺസ് എന്നൊക്കെ പറയും, അബോധം മനസ്സിൽ കിടക്കും. പിന്നെ കാലം എത്രയില്ല മുമ്പോട്ട് പോയി. ഞാൻ ഒത്തിരി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി ഒത്തിരി വിദേശയാത്രയൊക്കെ പോയി കഴിഞ്ഞ് ഞാനൊരിക്കൽ ആദ്യമായിട്ട് ഗൾഫിന് പോകുക. ദോഹയിൽ പോയി, ദുബായിൽ പോയി, കുവൈറ്റിന് പോയി, ഇങ്ങനെ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഞാൻ ദുബായി വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കൂടെ താമസിക്കുക. ആ സമയത്ത് ഞാനൊരു ഈ ടെക്സ്റ്റൈൽ ഷോപ്പുള്ള എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവർ കുറേ ഷർട്ടും പാൻറ്റും എൻ്റെ തന്നു. ഞാൻ ചോദിച്ചത്, എന്തിനാ? നീ പോകുമ്പം കൊണ്ടുപോകണം, നിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, എല്ലാവർക്കും കൊണ്ട് കൊടുക്കണ്ടേ? അപ്പോൾ എനിക്ക് ഒത്തിരി ഷർട്ടും പാൻറ്റും എല്ലാം കിട്ടി. ഒരു കെട്ട് കണക്കിന് തുണികളാണ്. ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ കുവൈറ്റിന് പോകുമ്പോൾ ഞാനിത് കാർഗോയിൽ അയച്ചേക്കാം. നീ കുവൈറ്റിൽ നിന്ന് ഇവിടെ വരുമ്പോൾ തന്നെ ഈ സാധനം റാന്നിലെത്തിക്കോളും. അപ്പോൾ ഇവർ വന്നിട്ട് കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ഒത്തിരി ഷർട്ടും പാൻറ്റും കാട്ടനകത്ത് അടുക്കി വെക്കുക. അടുക്കി വെക്കുമ്പോൾ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അപൂർവമായിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ, ആൻറ്റിയോടൊരു ഷർട്ട് ചോദിച്ചപ്പം പറഞ്ഞത് ഉടുത്തുവല്ല, തമ്പുരാൻ ഉടുത്തിയപ്പോൾ കൊണ്ടുപോകാൻ വയ്യാത്തവരാണ്. പിന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ കൊടുത്തു മക്കളെ, മനസ്സ് നിറഞ്ഞു. 2018 പ്രളയത്തിൽ അന്ന് മനോരമ എഴുതി, ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി. അതൊക്കെ വളരെ യാദൃച്ഛ്യമായ സംഭവങ്ങളാണ്. മനോരമ ഏജൻറ്റ് വന്നു, അവരൊരു സാധനങ്ങൾ കൊണ്ട് വന്നപ്പോൾ അവർക്കൊരു സന്തോഷം തോന്നി. അവർ റിപ്പോർട്ട് ചെയ്തു. ടൈംസ് ഓഫ് ഇന്ത്യക്കാരും വന്നപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് പച്ചക്കറി അരി അത് വാർത്തയാക്കി. അങ്ങനെ ഇഷ്ടം പോലെ സാധനമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പൗർവിഷനിൽ അന്നുണ്ടായിരുന്ന ടോണി സാർ എന്നെ വിളിച്ചു, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒത്തിരി പേര് ഷർട്ട് ചോദിക്കും. ഇത് കേട്ടുകൊണ്ടൊരു ടെക്സ്റ്റൈൽ ഞാൻ ഓവർ ഹിയർ ചെയ്തു. എന്താ ആവശ്യം? താന്നിലൊരു വെള്ളം കയറി, എന്നിട്ട് അവിടെ ഒരു ക്യാമ്പുണ്ട്, അറിയാവുന്നതാണോ? നേരെ കൊണ്ടുപോയി 5 കണക്കിന് ഷർട്ട്, നൈറ്റി. എൻ്റെ പൊന്നു മോളെ, എന്താ കാര്യം എന്നറിയാമോ? ഓരോരുത്തർ വന്ന് ഷർട്ട് ചോദിക്കും, സൈസ് 42, 44, സ്ലിം ഫിറ്റ്, ലാർജ് എല്ലാം അടുക്കി വെച്ചേക്കുക. അമ്മമാർ വന്ന് പറയും, നൈറ്റി, മീഡിയം, ലാർജ്, എന്താ വേണ്ടേ? ഓ, സൂപ്പർ മാർക്കറ്റ് പോലെ മഹാലക്ഷ്മിയൊക്കെ അടുക്കി അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വാരി കൊടുത്ത് എൻ്റെ മനസ്സ് നിറഞ്ഞു കൊടുത്തു. എനിക്കൊരു കർത്താവിനെ അറിയാം, ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവ്. ഞാൻ അതിഭൗതികതയും സമ്പന്നതയും ഒന്നും പ്രസംഗിക്കുകയല്ല, പക്ഷേ ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ എനിക്കറിയാം. എന്തുകൊണ്ടാണ്? അരക്കാശിന് മുതലില്ല, തലചായി. ഞാൻ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് പറയല്ല കേട്ടോ, എന്നാലും ഇറ്റ്സ് നോട്ട് ഗുഡ്. നമ്മൾ ഈ വന്ന വഴികളൊന്നും മറക്കാം. പോയട്രി ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് വെൻ ഇറ്റ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഇപ്പോഴും ഒരു പഴയ അടുക്കളയാണ്, പണിയാൻ ഒത്തിട്ടില്ല. അപ്പോൾ ഇച്ചിരി സങ്കടമൊക്കെ വരുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അടുക്കളയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പം പറയായിരുന്നു എൻ്റെ അമ്മയോട്, സാരയില്ലടി, അടുക്കള ഇല്ലെങ്കിലും കഞ്ഞി വെക്കുന്നില്ലേ, ഒരു ദിവസം ഒരു 50-60 പേർക്കെങ്കിലും വെക്കും. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഒരു 100-300 പേർക്ക് മിനിമം വെക്കണം. അപ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുകയും പിള്ളേരൊക്കെ എല്ലാവരും ഇപ്പോൾ ആളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിലക്കിടയ്ക്ക് പിള്ളേരോടൊരു കഥ പറയും. ഞങ്ങളുടെ വീട്ടിൽ അന്നും ആളാണ്, വീട്ടിൽ തന്നെയാണ് ആരാധനാലയം അന്ന്. അപ്പോൾ അവിടെ തന്നെയാണ് ബെഡ്റൂമും ഡൈനിങ് റൂമും തന്നെയാണ്. ഞായറാഴ്ച ഒത്തിരി പേര് കാണും. അപ്പോൾ അമ്മ ഇങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെ ഒപ്പിച്ചോ കൊടുക്കുക. ഒരു ദിവസം ഒരു ഉപദേശി യോഗം കഴിഞ്ഞ് വന്ന് തിരിച്ചു പോയി. അപ്പോൾ എല്ലാവരും ചോറിനായിരുന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞ് മോൻ പിന്നിരുന്നാണ്. സംഗതി ഇത്രയേ ഉള്ളൂ, മേൽസേപ്പിനകത്ത് അമ്മ നോക്കിയപ്പോൾ ഒരു ചെറിയ 2 മത്തി വറുത്ത് ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കും കൂടെ കൊടുക്കാനില്ല, എന്നാൽ പിന്നെ പോയിട്ട് മോന് കൊടുത്തേക്കാന്ന് ഓർത്തു. ഉപദേശി കഴിച്ചിട്ട് പോയപ്പോൾ, കാരണം 2-3 പേരുണ്ട്, അവർക്ക് കൊടുക്കാനില്ല. ഇതെടുത്ത് എനിക്ക് വെച്ചു. ഞാൻ ചോറിനോട്ടിരുന്നപ്പം പോയ ഉപദേശിയുടെ കുട മറന്നുപോയി. ഉപദേശി തിരിച്ച് കയറി വന്നപ്പം നേരെ നോക്കിയത് എൻ്റെ മുമ്പിൽ മീൻ മത്തി വറുത്തിരിക്കും. ഉപദേശിക്ക് കൊടുത്തില്ല. അമ്മ ഇത് കണ്ടു. എൻ്റെ അമ്മ ചെയ്ത ഒരു കാര്യമുണ്ട്. ആ ഉപദേശി അങ്ങോട്ട് പോവുകയും എനിക്കിട്ടൊരു അടി ഒരു പിച്ചു പന്നെ ചേർക്കാം നാണം കെടുത്താൻ വന്ന് ഇരിക്കുക അകത്തി. ഞാനെന്തോ ചെയ്തിട്ട് എനിക്കിപ്പോഴും അറിയത്തില്ല എന്നെ എന്തിനാ അടിച്ചു. അപ്പോളേ ഞാൻ മക്കളോടൊക്കെ പറയും, ഒരു മത്തിക്ക് അടി കിട്ടിയതാണ്, എന്തിനാണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം, ദാരിദ്ര്യം മാറ്റുന്നൊരു കർത്താവ്. ഫിനാൻഷ്യൽ പോവർട്ടി. അതിസമ്പന്നനാകും, വലിയ കാശുകാരനാവെന്നും പറയാൻ നിൽക്കുന്ന ഒരു ഉപദേശിയല്ല, അത്തരത്തിലുള്ളൊരു ചിന്തകനുമല്ല. പക്ഷേ ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവിനെ അറിയാം. ദാരിദ്ര്യത്തിനൊരു മണമുണ്ട് കേട്ടോ. നിങ്ങൾ ദരിദ്രൻ്റെ വീട്ടിൽ പോയിക്ക് ഒരു മണമുണ്ട്, സമ്പന്നൻ്റെ വീട്ടിൽ പോയിക്ക് ഒരു മണമുണ്ട്.
പക്ഷേ ഈ ദരിദ്രൻ്റെ മണമുള്ള വീട്ടിൽ ദരിദ്രനായി ജീവിച്ചൊരു കർത്താവ്. അവൻ ദാരിദ്ര്യം മാറ്റം ചെയ്യുക. അത് ബൗദ്ധികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹ്യമാകട്ടെ. പിന്നൊരു പോവർട്ടിയാണ് പൊളിറ്റിക്കൽ പോവർട്ടി. നമ്മുടെ ദൈവസഭ ദൈവദാസന്മാരൊക്കെ അനുഭവിക്കുന്ന ഇതാണ്. കാരണം യു പിയിലൊക്കെ നമുക്കറിയാം, നമ്മളെ പിടിച്ചിട്ടേക്കുക, ഇറക്കാൻ ചെന്നവരെ കൂടെ പിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇറക്കാൻ ചെല്ലുന്നവരെ എന്തോ ചെയ്യും, പിടിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും ഇറക്കാൻ പോകത്തില്ല, ചെന്നാൽ അവരെ കൂടെ പിടിച്ചിട്ട്. ഇവിടെ മൃഗീയ ഭൂരിപക്ഷം വരുമ്പോൾ പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി ഹൈജാക്ക് ചെയ്ത് കഴിയുമ്പോൾ രാഷ്ട്രീയമായ ദാരിദ്ര്യം ഉണ്ടാകും. ആര് വാദിക്കും ഒന്നറിയാം, ബലവാനും ബലഹീനും തമ്മിൽ കാര്യം ഉണ്ടാകുമ്പോൾ ബലഹീനു വേണ്ടി വാദിക്കാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പൊളിറ്റിക്കൽ പോർട്ട് ഇന്ത്യൻ സിറ്റുവേഷൻ അതാണ്. പക്ഷേ ഏതാന്നേലും സത്യസന്ധമായി പറയാൻ കഴിയാം, എൻ്റെ ദാരിദ്ര്യത്തിൽ ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്. അതേത് ദാരിദ്ര്യമാണെങ്കിൽ ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനിടമില്ലാതെ 33.5 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചു. ജന്മസ്ഥലം വഴിയമ്പലം, ശയ്യാഗ്രഹം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയായി പാർത്തരത്തിൽ പാർത്ത കർത്താവ്. മക്കൾ മുമ്പോട്ട് വരും, പാടും. കണ്ണുകളെല്ലാം അടച്ച്. ദരിദ്രരായി തീർന്നു നിങ്ങൾ ഭാഗ്യവാൻ. ഇതിലേതെങ്കിലും ഒരു മേഖലയിൽപ്പെട്ടവരെ രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ ഇതിനെല്ലാം ഒരവസ്ഥ വേണം. അതാണ് മത്തായി 5 പറയുക, ആത്മാവിൽ ദരിദ്രൻ. ആത്മാവിൽ ദരിദ്രൻ്റെ പ്രത്യേകത എന്താ? അവിടെ പറയുന്ന ഒരു വാക്ക് യാചകൻ എന്നൊരു വാക്കാണ്. മിഡിൽ ക്ലാസ്സോ ലോവർ ക്ലാസ്സോ അല്ല, യാചകനാണ്. യാചകൻ്റെ പ്രത്യേകത, അവൻ ഇന്ന് കഴിക്കണമെങ്കിൽ കൈ നീട്ടും, അമ്മ വല്ലതും തരണേ. ഇന്ന് അവരും കുറയുക, അമ്മ വല്ലതും തരണേ, അമ്മ വല്ലതും തരണേ. ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. ഇതുപോലൊരു മാനസികാവസ്ഥയുണ്ട്. എന്നും മുട്ടുകുത്തി കൈ മലർത്തി, അപ്പ ഇന്നലെ എന്നെ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാ, കൃപ തരണമെന്ന് യാചിക്കുന്നവർ, ഇന്നിനാവശ്യമായ കൃപ തരണമെന്ന് കരം നീട്ടി കർത്താവിനോട് യാചിക്കുന്നവർ, അവരെ നോക്കി ദൈവം പറയും, യു ആർ ബ്ലസ്ഡ്, നിങ്ങൾ ഭാഗ്യവാന്മാരാ. കണ്ണുകളെല്ലാം അടച്ച് പ്രാർത്ഥിച്ച്. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ജന്മസ്ഥലം വഴിയമ്പലം, ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. സാത്താനെ നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാത്താനെ
നീ തോൽപ്പിച്ചവൻ സർവായുധം കവർന്നല്ലോ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. സാധുക്കൾക്കു സങ്കേതമായി ഭൂലോകത്തിൽ നീ മാത്രമേ. ദുഷ്ടന്മാരെ ദോഷം കൂടാതാക്കിടാനും ദുഷ്ടന്മാരെ രക്ഷിപ്പാനും ദോഷം കൂടാതാക്കിടാനും രക്ഷിതാവായിക്ഷീതിയിൽ കാണപ്പെട്ട ദൈവം നീയെ. രക്ഷിതാവായിക്ഷീതിയിൽ കാണപ്പെട്ട ദൈവം നീയെ. ചങ്കിൽ ചോര ഗതശാമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ചങ്കിൽ ഗതശാമേനിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ തുള്ളി തുള്ളി വിയർത്തതാ ദൈവ കോപം നീങ്ങിപ്പോയി. തുള്ളി തുള്ളി വിയർത്തതാ ദൈവ കോപം നീങ്ങിപ്പോയി. യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും യഹൂദർക്കും റോമാക്കാർക്കും പട്ടാളക്കാർ അല്ലാത്തോർക്കും ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ കുഞ്ഞാടുപോ നിന്നല്ലോ നീ. ഇഷ്ടം പോലെ എന്തും ചെയ്യുവാൻ നിന്നല്ലോ നീ. ക്രൂശിൻ മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. ക്രൂശിൻ മേൽ നീ കൈകാലുകളിൽ ആണിയേറ്റു കരയും നേരം. നരകത്തിൻ്റെ തിരമാലയിൽ നിന്നെല്ലാരെയും രക്ഷിച്ചു നീ. നരകത്തിൻ്റെ തിരമാലയിൽ നിന്നെല്ലാരെയും രക്ഷിച്ചു നീ. കർത്താവേ നിൻ രൂപമെല്ലായ്പ്പോഴും നീ. കർത്താവേ നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും തീലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം. ഇതുപോലെ ദരിദ്രനെ അറിയുന്ന ഒരാൾ സ്വർഗത്തിലും ഭൂമിയിലും ആരാ ഉള്ളത്? എന്തുകൊണ്ടാണ് അങ്ങേക്ക് അത് അറിയാൻ കഴിയുക? എല്ലാ ദാരിദ്ര്യവും അനുഭവിച്ചു. 30-ാമത്തെ വയസ്സിൽ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ 40 ദിവസം ഉപവസിക്കുന്നുണ്ട്. 40 ദിവസം ഉപവസിച്ചപ്പം കർത്താവിന് വല്ലാതെ വിശന്നു. ഉപവാസം കഴിഞ്ഞപ്പോൾ 40 ദിവസം ഉപവസിച്ചൊക്കെ അറിയാം. ഉപവാസം കഴിയുമ്പം കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാനൊക്കെയില്ല. നല്ല പൊടിയരിക്കഞ്ഞൊക്കെ വേവിച്ച് വേണം 40 കഴിഞ്ഞാൽ കൊടുക്കാൻ. പക്ഷേ ഈ ചെറുപ്പക്കാരനൊക്കെ പറയുമ്പോഴാണ് നല്ല വിശപ്പുള്ള സമയമാണ്. 30-കാരൻ ഉപവസിച്ചു, വിശന്നു, കഞ്ഞി കൊടുക്കാൻ ആരുമില്ല. സാത്താൻ കൊണ്ട് കൊടുത്ത് കല്ലുകൊണ്ട് അപ്പം ആക്കാൻ. കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കിയ ഉപവാസം ഇരുന്നവന് ദഹിക്കുമോ? അതുകൊണ്ട് തന്നെ വിശന്നവൻ അടുക്ക വന്നു. അതുകൊണ്ട് തന്നെ ദരിദ്രൻ്റെ ലോകത്ത് ദരിദ്രനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ ക്രിസ്തുവ. അതുകൊണ്ടാണ്
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ദാരിദ്ര്യരാണ്. എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ഒരു നായകനുണ്ട്, ദരിദ്രനായി തീർന്ന ക്രിസ്തു. കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ സംഗീത സായാഹ്നത്തിൽ ദരിദ്രൻ്റെ ലോകത്ത് വരുന്ന ക്രിസ്തു. ഒരുപക്ഷെ ഞാൻ സമ്പന്നൻ, എനിക്ക് ഈ പറഞ്ഞ ഒരു മേഖല എന്നെ ബാധിക്കുന്നല്ലവർക്ക് ഇതൊരു പ്രസംഗമായിരിക്കാം. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാനുണ്ടെന്നോ എൻ്റെ കുടുംബം ഉണ്ടെന്നോ പറയാൻ കഴിയുന്നവർക്ക് ഇതൊരു ദൂതാണ്. നിന്റെ ലോകത്ത് വരാൻ കഴിവുള്ള ഒരുവനുണ്ട്, യേശു. യേശു യേശു കണ്ണുകളെല്ലാം അടച്ച് യേശു എത്ര നല്ലവനാ. ഈ കർത്താവിനെ നമുക്കൊന്ന് രാത്രി ഒന്ന് മഹത്വപ്പെടണ്ടേ, അങ്ങേ മാത്രം ഉയർത്തണ്ടേ. ഞങ്ങളുടെ കർത്താവേ, 2000 വർഷം മുമ്പ് അങ്ങ് പറയുക, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദരിദ്രരിൽ ഒരാളായി ദരിദ്രനായി ദരിദ്രരെ തേടി ദരിദ്രം പിടിച്ച ഈ ലോകത്തേക്ക് ദരിദ്രരെ രക്ഷിപ്പാൻ ദരിദ്രനായി വന്ന കർത്താവേ, അങ്ങക്ക് ഞങ്ങളുടെ ദാരിദ്ര്യം അറിയാമല്ലോ. മതി കർത്താവേ, അറിയുന്ന ഒരാളുണ്ടല്ലോ, മനസ്സിലാക്കുന്ന ഒരാളുണ്ടല്ലോ. അവിടുന്ന് ഓരോ മക്കളെയും ധൈര്യപ്പെടുത്തണമേ. മാനസികമായ ദാരിദ്ര്യം, ബുദ്ധിപരമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ, അവരെ ചൊല്ലിക്കരയുന്ന മാതാപിതാക്കൾ, പിതാവേ, ശാരീരികമായ ദാരിദ്ര്യം, വല്ലാത്ത വേദന, നടുവൊക്കെ പോയാൽ പിന്നെ നടക്കാൻ പാടാ, ജോലി ചെയ്യാൻ പാടാ, ചുമടെടുക്കാൻ പാടാ. ശാരീരികമായ ദാരിദ്ര്യം, സാമൂഹ്യമായ ദാരിദ്ര്യം, എല്ലാ ദാരിദ്ര്യത്തിനും ഞങ്ങൾക്ക് ഒരാളെ അനുഭവിക്കാൻ കഴിയും, ഞങ്ങളുടെ കർത്താവിനെ. അതുകൊണ്ട് തന്നെ അങ്ങേയും ഞങ്ങൾ ആ സൗന്ദര്യം കാണുകയാണ്. ശാരോൻ പനിനീർപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാമായി തീർന്നേ, ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിലെ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ ഞങ്ങളെ തൻ്റെ ശാശ്വത ഭുജങ്ങളാൽ മാറോടണിക്കുന്ന ആത്മസ്നേഹിത, അങ്ങേ ഞങ്ങൾ അറിയുന്നു. കരുണ കാണിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ.